കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വന്ന കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ശാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആഘോഷത്തിന്റെ മറ്റൊരു എപ്പിസോഡും കൂടെ ഇവിടെ വന്നു ചേർന്നിരിക്കുകയാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ ടീം മെമ്പേഴ്സിനെ. ആദ്യമായി ടീം കടപ്പാറ. ഡെയ്സി സണ്ണി, സെന്റ് മേരീസ് ചർച്ച് കടപ്പാറ. മേഴ്സി ടോമി, സെന്റ് മേരീസ് ചർച്ച് കടപ്പാറ. അടുത്തതായി നമ്മോട് കൂടെയുള്ളത് ടീം കൈരാടി. എൻ്റെ പേര് ലിസമ്മ ലാലു, സെന്റ് മദർ തെരേസാസ് ചർച്ച് കയറാടി. എൻ്റെ പേര് ബീന ചാക്കോ, സെയിന്റ് തെരേസ ചർച്ച് കയറാടി. അടുത്തതായി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു ടീം അഗളി. എൻ്റെ പേര് ബെർണഡിറ്റ്, അഗളി ഫാത്തിമ മാതാ ചർച്ച്. ലജിത അനിൽ, അഗളി ഫാത്തിമ മാതാ ചർച്ച്. നമ്മുടെ അമ്മമാരെല്ലാം ഇവിടെ റെഡിയായി നിൽക്കുകയാണ്. എല്ലാരും പഠിച്ചിട്ടല്ലേ വന്നത്? അതെ അതെ. ചോദ്യം വേണ്ടേ? വേണം. ചോദ്യമെല്ലാം ഇരിക്കുന്നത് നമ്മുടെ ക്വിസ് മാസ്റ്ററിന്റെ കയ്യിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. Anyway, the face of God, ദൈവത്തിൻ്റെ മുഖം. 80-ാം സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, അവിടുത്തെ മുഖം പ്രകാശിതമാവുകയും ഞങ്ങൾ രക്ഷപ്രാപിക്കുകയും ചെയ്യട്ടെ. ദൈവത്തിൻ്റെ മുഖപ്രസാദത്തിൽ നിന്നാണ് നമ്മുടെ രക്ഷ ആരംഭിക്കുന്നത്. ഈ ദിവസങ്ങളിൽ വചനത്തിൽ അനാവൃതമാകുന്ന യേശുക്രിസ്തുവിൻ്റെ മുഖം നിങ്ങൾ ദർശിക്കുകയായിരുന്നു. ഇന്നത്തെ ഈ മത്സരത്തിൽ നമ്മോടൊത്തുള്ളത് 3 ടീമുകളാണ്. ടീം കടപ്പാറ, ടീം അഗളി, ടീം കയറാടി. ഇവരോടൊപ്പം ഇവരെ സഹായിക്കാൻ എത്തിയിരിക്കുന്ന ഹെൽപ്പ് ഡെസ്കുകളുമുണ്ട്. എല്ലാവർക്കും ഈ മത്സരത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ആകെ 5 റൗണ്ടുകളാണ് ഈ മത്സരത്തിലുള്ളത്. അവയിൽ നേരിട്ടുള്ള ചോദ്യങ്ങളുണ്ട്, ബസർ സ്വഭാവമുള്ള ചോദ്യങ്ങളുമുണ്ട്. നിങ്ങളുടെ ആശങ്കവേളകളിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാനും കഴിയും. അതെപ്പോഴാണെന്ന് അതാത് സമയങ്ങളിൽ ക്വിസ് മാസ്റ്റർ നിങ്ങളെ അറിയിക്കും. ആ സമയത്തല്ലാതെ മറ്റൊരു സമയത്തും നിങ്ങളുടെ സഹായം ഇവർക്ക് എത്തിച്ചു കൊടുക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുമുണ്ട്. നമുക്ക് പ്രവേശിക്കാം ആദ്യത്തെ റൗണ്ടിലേക്ക്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇതൊരു പൊതുവായ സാധാരണ സ്വഭാവമുള്ള റൗണ്ടാണ്. ചോദ്യങ്ങൾ നേരിട്ട്, ഉത്തരം അറിയില്ലെങ്കിൽ പാസ് ചെയ്യപ്പെടുന്നു, അത്രമാത്രമേ ഉള്ളൂ. നെഗറ്റീവ് പോയിന്റുകളൊന്നും ഉണ്ടായിരിക്കുകയില്ല. ചോദ്യം നേരിട്ട് ലഭിക്കുന്ന ടീമിന് ഉത്തരം അറിയില്ലെങ്കിൽ ഉത്തരം പറയുന്നതിന് മുൻപ് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാവുന്നതാണ്. തദവസരത്തിൽ കരമുയർത്തി മൈക്കിലൂടെ ഉറക്കെ ഹെൽപ്പ് ഡെസ്ക് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പറയണം. അപ്പോൾ വയർലെസ്സിൻ്റെ ഒരെൻഡ് നിങ്ങളുടെ അടുത്തേക്കും മറ്റേ ഭാഗം നിങ്ങളെ സഹായിക്കുന്ന ഹെൽപ്പ് ഡെസ്കിൻ്റെ അടുത്തേക്കും പോകും. അവരുടെ ഉത്തരം നിങ്ങൾക്ക് കേൾക്കാം. നിങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ, നിങ്ങൾക്ക് ആലോചന ചോദിച്ച് സ്വീകാര്യമാണെങ്കിൽ നിങ്ങൾക്കത് പറയാം. വ്യക്തമായോ? 1-ാം റൗണ്ടിൻ്റെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ടീം കടപ്പാറ, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. നിങ്ങൾ നന്നായി ഒരുങ്ങിയിട്ടുണ്ടോ? ഉണ്ട്. ഈ പ്രോഗ്രാം ശാലോം TV-യിൽ കാണാറുണ്ടോ? കാണാറുണ്ട്. ആ സമയത്തൊക്കെ
എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കാളിയാകാൻ പറ്റും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? ഇല്ല. വിചാരിച്ചിട്ടേ ഇല്ല. പങ്കാളിയാകാൻ പറ്റിയപ്പോൾ എന്ത് തോന്നി? സന്തോഷം തോന്നുന്നു. സന്തോഷം തോന്നി. ആ സന്തോഷം വർദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ആദ്യത്തെ ചോദ്യം. വചനത്തെ പ്രതി ക്ലേശവും പീഡയും ഉണ്ടാകുമ്പോൾ തൽക്ഷണം അവർ വീണുപോകുന്നു. എവിടെ വീണ വിത്തിന് സദൃശരാണവർ? പാറപ്പുറത്ത് വീണ വിത്തിന്. ഉത്തരം ശരിയാണ്. ടീം കടപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കയറാടി. കയറാടി ഒരു അത്ര വലിയ ഇടവകയൊന്നുമല്ല അല്ലേ? പക്ഷേ മാതൃസംഘത്തിൻ്റെ ശക്തി കൊണ്ട് പാലക്കാട് രൂപതയിലെ അത്യാവശ്യം വലിയ ഒരു ഇടവക പോലെ ഉണ്ടാകും അല്ലേ? നിങ്ങൾ നന്നായി പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്. നന്നായി പഠിച്ചിട്ടുണ്ട്. ഏത് ചോദ്യത്തിന് ഉത്തരം പറയും? ദൈവം അനുവദിച്ചാൽ. നല്ല ഉത്തരമാണത്. ദൈവം അനുവദിക്കട്ടെ. ചോദ്യം ഇതാണ്. അപ്പോൾ ഒരു വലിയ കൊടുങ്കാറ്റുണ്ടായി. തിരമാലകൾ വഞ്ചിയിലേക്ക് ആഞ്ഞടിച്ചു കയറി. വഞ്ചിയിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരുന്നു. ഈശോ അപ്പോൾ എന്ത് ചെയ്യുകയായിരുന്നു? അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു. ഉത്തരം ശരിയാണ്. ഈശോ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്ന് വചനം രേഖപ്പെടുത്തുന്നു. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം മകളി അട്ടപ്പാടിക്കാരാണ് അല്ലേ? ബിജു അച്ഛൻ്റെ തന്നെ ഇടവക്കാരാണ്. നന്നായിട്ട് പഠിച്ചായിരുന്നോ? ശ്രമിച്ചിരുന്നു. നന്നായി ശ്രമിച്ചിരുന്നു അല്ലേ? അട്ടപ്പാടി മലമുകളിലുള്ള സ്ഥലമാണ് അല്ലേ? അകളി കുറച്ചുകൂടെ മുകളിലാണ്. ഈശോ പലപ്പോഴും മലമുകളിലേക്ക് കയറിപ്പോകുമായിരുന്നു. എന്തിനു വേണ്ടിയായിരുന്നു? പ്രാർത്ഥിക്കാൻ വേണ്ടി. അതെന്തിനാ മലമുകളിലേക്ക് കയറുന്നത്? ഏകാന്തതയിലിരുന്ന്. ഏകാന്തത മാത്രമല്ല, മലമുകളുകൾ എപ്പോഴും വചനത്തിൽ ദൈവാനുഭവത്തിൻ്റെ സ്ഥലങ്ങളായിട്ടാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് നിരന്തരം വസിക്കുന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് വചനം നിങ്ങൾക്ക് കൂടുതൽ സമീപസ്ഥമാകേണ്ടതാണ്. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്. ഗെരസേനരുടെ നാട്ടിൽ ശവകുടീരങ്ങൾക്കിടയിൽ താമസിച്ചിരുന്ന പിശാചുബാധിതൻ ഈശോയെ കണ്ട മാത്രയിൽ അവിടുത്തെ അഭിസംബോധന ചെയ്തിട്ട് അങ്ങ് എൻ്റെ കാര്യത്തിൽ എന്തിന് ഇടപെടുന്നു എന്ന് ചോദിച്ചു. എങ്ങനെയാണ് അവൻ ഈശോയെ അഭിസംബോധന ചെയ്തത്? മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ. നമ്മുടെ പ്രതീക്ഷകൾ തെറ്റിയില്ല. മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര യേശുവേ എന്നാണ് അവൻ ഈശോയെ അഭിസംബോധന ചെയ്യുന്നത്. ടീം അകളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം വീണ്ടും ടീം കടപ്പാറയ്ക്കുള്ളത്. ചോദ്യം ഇതാ. വിശുദ്ധ പൗലോസ് തൻ്റെ കാരാഗ്രഹവാസകാലത്ത് താൻ ഒനേസിമോസിന്റെ പിതാവായതായി പറയുന്നു. ഈ പിതൃത്വം വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്? ഈ പിതൃത്വം വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നത് എന്തിൻ്റെ പേരിലാണ്, അഥവാ താൻ എന്ത് ചെയ്തതിൻ്റെ പേരിലാണ്? കാരാഗ്രഹവാസകാലത്ത് അവൻ്റെ പിതാവായ ഒനേസിമോസിൻ. ഉത്തരം അപൂർണമാണ്. ടീം കടപ്പാറ പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കയറാടിക്ക്. പൗലോസ് അവനെ വിശ്വാസത്തിലും യേശുവിനെ കുറിച്ച് വിശ്വാസത്തിലും. ഉത്തരം പൂർണ്ണമല്ല. ടീം അഗ്ലി. കാരാഗ്രഹവാസകാലത്ത് ഞാൻ അവന് പിതാവായി വിശ്വാസത്തിൽ ജനിപ്പിക്കുകയും വളർത്തുകയും ചെയ്യുന്നത് ഉത്തരം ശരിയാണ്. അതാണ് ശരിയായ ഉത്തരം. വിശ്വാസത്തിൽ ജന്മം കൊടുക്കുകയും വിശ്വാസത്തിൽ അവനെ വളർത്തുകയും ചെയ്തുകൊണ്ട് അവൻ്റെ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അവന് ഞാൻ പിതൃസ്ഥാനത്താണ് എന്ന് വിശുദ്ധ പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുന്നു. ടീം അകളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കയറാടി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചോദിക്കട്ടെ. ചോദ്യം ഇതാ. പോളാറാമൻ മാർപ്പാപ്പയുടെ ഒരു പ്രസിദ്ധമായ ചാക്രലേഖനമുണ്ട്. ആ ചാക്രലേഖനത്തിലാണ് ദമ്പതികൾ തങ്ങളുടെ ജീവിത വിശുദ്ധി പാലിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ ആഴത്തിൽ ഗൗരവമായി പഠിപ്പിക്കുന്നു. വളരെ പ്രസിദ്ധമായ ഒരു ചാക്രലേഖനമാണത്. ഏതാണത്? ഹ്യൂമാനോ വിത്തെ. ഉത്തരം ശരിയാണ്. ഹ്യൂമാനോ വിത്തെയാണ് ആ ചാക്രലേഖനം. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് വീണ്ടും 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യം ടീം അകളിക്കുള്ളതാണ്. ഓരോരുത്തരും ഒന്നിനൊന്നിന് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ടീം അകളി നിങ്ങൾ വെല്ലുവിളിക്കപ്പെടുകയാണ്. ചോദ്യം കേൾക്കാം. വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ വാക്കുകളിൽ എല്ലാ പിതൃത്വങ്ങൾക്കും കാരണഭൂതൻ ആരാണ് എന്നാണ് വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ നിങ്ങൾക്ക് പഠിക്കാനുള്ള പുസ്തകത്തിൽ വായിച്ചത്? സ്വർഗസ്ഥനായ പിതാവ്. ഉത്തരം ശരിയാണത്. സ്വർഗസ്ഥനായ പിതാവാണ്. ടീം അകളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ.
ഒന്നാമത്തെ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എങ്ങനെയാണ് പോയിന്റ് നിലയെന്നറിയാൻ നിങ്ങൾക്ക് ആകാംക്ഷയുണ്ടാകും. എനിക്കുമുണ്ട്. നമുക്ക് ചോദിക്കാം. സോണി, റോസിൽ. ആദ്യത്തെ റൗണ്ട് വിജയകരമായി പൂർത്തിയായിരിക്കുമ്പോൾ ടീം അഗളി നേടിയിരിക്കുന്നത് 80 പോയിന്റ്സ്, ടീം കയറാടി നേടിയിരിക്കുന്നു 60 പോയിന്റ്സ്, ടീം കടപ്പാറ നേടിയിരിക്കുന്നു 30 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ രണ്ടാമത്തെ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഏറെ ഉദ്വേഗജനകമായ ഒരു റൗണ്ടാണിത്. നിങ്ങൾ ബസറമർത്തുകയും ശരിയുത്തരം നൽകുകയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും 30 പോയിന്റുകൾ. നിങ്ങൾ ബസറമർത്തിയിട്ട് ഉത്തരം തെറ്റിയാൽ അഥവാ പറയാതിരുന്നാൽ 5 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് മറ്റൊരു സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉത്തരം പറയുന്നതിന് മുൻപ് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് പറയാം. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെ നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കും 20 പോയിന്റുകൾ. തുടങ്ങാം. ഒന്നാമത്തെ ബസർ ചോദ്യം. ചോദ്യം ഇതാണ്: സിനഗോഗ് അധികാരിയുടെ മകളെ സുഖപ്പെടുത്താനായി ഈശോ തൻ്റെ 3 അപ്പസ്തോലന്മാരെ മാത്രം കൂട്ടിക്കൊണ്ടുപോയി. ആരൊക്കെയാണത്? ടീം അഗളി. ടീം അഗളിയാണ് ധൈര്യപൂർവ്വം ആദ്യം ബസർ ചെയ്തിരിക്കുന്നത്. ഉത്തരം അറിയാമോ? ഉറപ്പുണ്ട്? ഉറപ്പുണ്ട്. എങ്കിൽ പറയാം. പത്രോസ്, യാക്കോബ്, യാക്കോബിന്റെ സഹോദരൻ യോഹന്നാൻ. ഉത്തരം ശരിയാണ്. വിശുദ്ധ പത്രോസ്, യാക്കോബ്, സഹോദരൻ യോഹന്നാൻ, ഈ 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. ടീം അഗളിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ബസർ ചോദ്യം. ചോദ്യം ഇതാണ്. ഓരോ വാക്കും ശ്രദ്ധിച്ച് കേൾക്കുക. എന്തെന്നാൽ എഴുതപ്പെട്ട നിയമം മൃതിപ്പെടുത്തുന്നു, പിന്നെ എന്താണ് ജീവിപ്പിക്കുന്നത്? ടീം കയറാടി. ആത്മാവ് ജീവിപ്പിക്കുന്നു. ഉത്തരം ശരിയാണ്. ആത്മാവാണ് ജീവിപ്പിക്കുന്നത്. ടീം കയറാടിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ചോദ്യം ഇതാണ്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് ഞങ്ങളെപ്പോഴും. ചോദ്യം പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ബസറമർത്തി. ഞാൻ എന്താണ് ചോദിക്കാൻ പോകുന്നത്, ചോദ്യത്തിൻ്റെ അവസാനം എന്തെങ്കിലും മാറ്റം വരുത്തുവോ എന്നൊരു പേടിയുണ്ടായില്ല? ഇല്ല, പേടിയുണ്ടായില്ല. അതെന്താ അങ്ങനെ പേടി തോന്നാത്ത? അച്ഛൻ അതായിരിക്കും ചോദിക്കുന്നതെന്ന് വിചാരിച്ചു. അങ്ങനെ വിചാരിക്കുവാണ്. എന്നാ ഉത്തരം കേൾക്കട്ടെ. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകേണ്ടതിന് അവിടുത്തെ മരണം എല്ലായ്പ്പോഴും ഞങ്ങൾ ശരീരത്തിൽ സംഭവിക്കുന്നു. ഇതിൻ്റെ ഉത്തരം എന്താണ്? ആ വചനം മുഴുവൻ ആയിരുന്നോ ചോദ്യം? ഉത്തരം നിങ്ങൾ ഈ പറഞ്ഞ മുഴുവൻ വചനവുമാണ്. അതാണ് നിങ്ങൾ കരുതുന്നത് അല്ലേ? ചോദ്യം പൂർത്തീകരിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷമാകുന്നതിന് ഞങ്ങളെപ്പോഴും എന്ത് ശരീരത്തിൽ സംഭവിക്കുന്നുവെന്നാണ് പൗലോസ് പറയുന്നത്. ഉത്തരം ശരിയാണ്. അവിടുത്തെ മരണം എന്നാണ് ഉത്തരം. ടീം കയറാടിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ എന്ത് ഞങ്ങൾക്ക് ടീം കടപ്പാറ എന്താണ് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നു. ഉത്തരം അല്ലേ? ചോദ്യം ഇതാണ്. ഒരുവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും അതിനാൽ എല്ലാവരും മരിച്ചുവെന്നും ഞങ്ങൾക്ക് ബോധ്യമുള്ളതിനാൽ എന്ത് ഞങ്ങൾക്ക് ഉത്തേജനം നൽകുന്നുവെന്നാണ് വിശുദ്ധ പൗലോസ് പറയുന്നത്. നിങ്ങളുടെ ഉത്തരം ക്രിസ്തുവിന്റെ സ്നേഹം എന്നാണ്. ആ ഉത്തരം ശരിയാണ്. ടീം കടപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. 30 പോയിന്റുകളുടെ അടുത്ത ബസർ ചോദ്യം. ചോദ്യം ഇതാണ്. സുഖം പ്രാപിച്ച പിശാചുബാധിതൻ യേശു തനിക്കു വേണ്ടി ചെയ്തതെല്ലാം എവിടെയാണ് പ്രഘോഷിച്ചത്? ടീം കയറാടി, നിങ്ങളാണ് അവസരം എടുത്തിരിക്കുന്നത്. ദെക്കാപോളിസ്, അതാണ് അതിന്റെ ഉത്തരം. ടീം കയറാടിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിന്റെ അവസാനത്തെ 30 പോയിന്റുകൾ ആർക്കുള്ളതാണ് എന്ന് നിർണയിക്കപ്പെടുന്ന ചോദ്യമാണിത്. ചോദ്യം. പിശാചുബാധിതൻ സുഖം പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ അത് കണ്ടവർ സംഭവിച്ചതെല്ലാം ജനങ്ങളെ അറിയിച്ചു. അപ്പോൾ ജനം യേശുവിനോട് എന്താണ് അപേക്ഷിച്ചത്? ടീം കയറാടിയാണ് വീണ്ടും ബസറമർത്തിയിരിക്കുന്നത് അല്ലേ? അതെ. ഉത്തരം പറയാൻ പോവാണ്. കൃത്യമാണോ ഉത്തരം? ചോദിച്ചാൽ ഉത്തരം കൃത്യമാണോ? ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൃത്യമാണോ? കൃത്യമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഉത്തരം പറ. തങ്ങളുടെ ദേശത്തു നിന്നും വിട്ടുപോകണമെന്ന് അഭ്യർത്ഥിച്ചു. വളരെ വിചിത്രമായ ഒരു അഭ്യർത്ഥനയാണ് അതല്ലേ? ഈശോ അത്രയും വലിയ കാര്യങ്ങൾ അവിടെ ചെയ്തപ്പോൾ ജനം വന്നിട്ട് പറയുകയാണ്,
ദയവായി ഇവിടെ നിൽക്കരുത്, ഇവിടുന്ന് വിട്ടുപോകണം. കാരണം അവർക്ക് പന്നിക്കൂട്ടം നഷ്ടപ്പെട്ടതായിരുന്നു അവരുടെ സങ്കടം. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ ബസർ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ എവിടെയാണ് ഓരോ ടീമും നിൽക്കുന്നത് എന്നറിയാം. 2 റൗണ്ടുകൾ ഇവിടെ പൂർത്തിയാകുമ്പോൾ സ്കോർ ബോർഡ് ഇങ്ങനെയാണ്. ടീം അഗളി നേടിയിരിക്കുന്നത് 110 പോയിന്റ്സ്, ടീം കൈറാടി നേടിയിരിക്കുന്നത് 180 പോയിന്റ്സ്, ടീം കടപ്പാറ നേടിയിരിക്കുന്നത് 60 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ ആവേശകരമായ 3ാം റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ദൃശ്യ സ്വഭാവമുള്ള റൗണ്ടാണിത്. ചോദ്യം ഞാൻ ചോദിക്കുകയല്ല, നിങ്ങളെ കാണിക്കുകയാണ്. മുൻപിൽ ലഭ്യമായിരിക്കുന്ന സ്ക്രീനിൽ ഒരു ചിത്രം നിങ്ങൾക്കായി തെളിയും. ആ ചിത്രം എന്താണ് അഥവാ ആരാണ് എന്ന് കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് ഹെൽപ്പ് ഡെസ്കിന്റെ സഹായം തേടാം. അവർക്കതറിയില്ലെങ്കിൽ അടുത്ത ടീമിലേക്ക് പാസ് ചെയ്യപ്പെടും. നേരിട്ടുള്ള ചോദ്യത്തിന് 30 പോയിന്റും പാസ് ചെയ്ത് കിട്ടുന്നതിന് 20 പോയിന്റുമായിരിക്കും ഉണ്ടാവുക. ടീം കയറാടി, നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ചിത്രം എവിടെ നിന്ന് ചോദിച്ചാലും പറയൂ. ശ്രമിക്കണം. വിഷ്വൽ കാണാം. 2019 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാപ്ലിൻ ഓഫ് ഹിസ് ഹോളിനെസ് എന്ന പദവിയോടെ മോൺസിഞ്ഞോർ സ്ഥാനത്തേക്ക് ഉയർത്തിയ വൈദികനാണ് ഇദ്ദേഹം. സഭയ്ക്ക് നൽകിയ സേവനങ്ങൾക്ക് പുറമെ സാമൂഹിക, സാംസ്കാരിക, വിദ്യാഭ്യാസ, കാർഷിക രംഗങ്ങളിലെ വിലപ്പെട്ട സംഭാവനകൾ കൂടി പരിഗണിച്ചാണ് ഈ പദവി നൽകിയത്. POCയുടെ സമ്പൂർണ്ണ ബൈബിൾ വിവർത്തന കമ്മിറ്റി അംഗം, മതബോധന പാഠാവലി രൂപീകരണ കമ്മിറ്റി അംഗം തുടങ്ങി നിരവധി സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. താമരശ്ശേരി രൂപതയുടെ സ്റ്റാർട്ട് എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറുമാണ്. ആരാണ് ഇദ്ദേഹം? മോൺസിഞ്ഞോർ ആന്റണി കൊഴുവനാൽ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കയറാടി ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം അഗളിക്കുള്ളതാണ്. ചോദിക്കട്ടെ? ചോദിക്കുന്നില്ല, ദൃശ്യം കാണാം. ലോകത്തെ ഏറ്റവും അധികം സ്വാധീനിച്ച 100 വനിതകളെ ഉൾപ്പെടുത്തി BBC തയ്യാറാക്കിയ പട്ടികയിൽ ഇടം നേടിയ കത്തോലിക്ക സന്യാസിനിയാണിത്. മ്യാൻമാറിൽ പട്ടാളം ജനക്കൂട്ടത്തിനു നേരെ വെടിയുതിർക്കാൻ ഒരുങ്ങിയപ്പോൾ അവർക്ക് മുൻപിൽ സ്വജീവൻ പണയപ്പെടുത്തി മുട്ടുകുത്തി യാചിച്ച സിസ്റ്ററാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുക്കാം, ഇവരെ വെറുതെ വിടൂ എന്നാണ് ഇവർ അപേക്ഷിച്ചത്. ഈ സിസ്റ്റർ ആരാണ്? സിസ്റ്റർ ആൻഡ്രോസ്. ഉത്തരം ശരിയാണ്. അത് സിസ്റ്റർ ആൻഡ്രോസ് ആണ്. അഭിനന്ദനങ്ങൾ ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അടുത്ത ചോദ്യം ടീം കടപ്പാറയ്ക്കുള്ളതാണ്. കടപ്പാറ, ചോദ്യത്തിലേക്ക് പോകാം. വിഷ്വൽ. പാകിസ്ഥാനിലെ കുപ്രസിദ്ധമായ മതനിന്ദ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യപ്പെട്ട 2 ക്രൈസ്തവ നേഴ്സുമാരാണ് ഇത്. ഫൈസലാബാദ് ഡിസ്ട്രിക്ട് ആശുപത്രിയിലെ നേഴ്സുമാരായ ഇവരെ 2021 ഏപ്രിലിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. സെപ്റ്റംബറിൽ ഇവർക്ക് കോടതി ജാമ്യം അനുവദിച്ചപ്പോൾ അഭിഭാഷകരോടൊപ്പം സന്തോഷം പങ്കിടുന്ന ചിത്രമാണിത്. ഈ നേഴ്സുമാർ ആരൊക്കെയാണ്? മറിയം ലാല, നവേഷ് അരുജി. ഉത്തരം ശരിയാണ്. ടീം കടപ്പാറ, എങ്ങനെ ഈ പേര് കാണാതെ പഠിച്ചു? പഠിക്കാതെ വേറെ മാർഗമില്ലായിരുന്നു. ഉത്തരം ശരിയാണത്. മറിയം ലാലിനും നേവിഷ് അരൂജിനുമാണ്. ടീം കടപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടെ ഈ റൗണ്ട് ഇവിടെ പൂർത്തിയാവുകയാണ്. വിഷ്വൽ റൗണ്ടിന്റെ സമാപനത്തിൽ നിങ്ങളുടെ സ്കോർ നില എങ്ങനെയാണെന്ന് നോക്കാം. സ്കോർ ബോർഡ്. വിഷ്വൽ റൗണ്ട് ഇവിടെ അവസാനിക്കുമ്പോൾ സ്കോർ നില ഇങ്ങനെയാണ്. ടീം അഗളി നേടിയിരിക്കുന്നത് 140 പോയിന്റ്സ്, ടീം കൈറാടി നേടിയിരിക്കുന്നത് 210 പോയിന്റ്സ്, ടീം കടപ്പാറ നേടിയിരിക്കുന്നത് 90 പോയിന്റ്സ്. ഈ മത്സരത്തിന്റെ 4ാമത്തേതും അനായാസകരവുമായ അഥവാ അങ്ങനെ കാണുന്നവർക്ക് തോന്നാവുന്ന ഒരു റൗണ്ടിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ഈ റൗണ്ടിൽ ചോദ്യങ്ങൾക്ക് നിങ്ങൾ വിശദീകരിച്ച് ഉത്തരം പറയേണ്ടതില്ല. ചോദ്യത്തിന് അതെ എങ്കിൽ അതെ എന്നും അല്ല എങ്കിൽ അല്ല എന്നും മാത്രം പറഞ്ഞാൽ. ഈ റൗണ്ടിന് 2 ഉത്തരങ്ങൾക്ക് മാത്രമേ സാധ്യതയുള്ളൂ എന്നുള്ളത് കൊണ്ട് ചോദ്യം പാസ് ചെയ്യപ്പെടുകയില്ല. അതുകൊണ്ട് തന്നെ ശരി ഉത്തരത്തിന് 30 പോയിന്റ് ലഭിക്കുമ്പോൾ ഉത്തരം തെറ്റാണെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയും ചെയ്യും. വീണ്ടും നിങ്ങൾക്കൊരു സാധ്യത കൂടിയുണ്ട്. നിങ്ങൾക്ക് വ്യക്തത വരുത്താൻ നിങ്ങളുടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം തേടാം. ഹെൽപ്പ് ഡെസ്ക് നിങ്ങളെ സഹായിച്ചിട്ട് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ നിങ്ങൾക്ക് 20 പോയിന്റ് ലഭിക്കും. എന്നാൽ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം എടുത്തിട്ടും
നിങ്ങളുടെ ഉത്തരം തെറ്റിയാൽ ഉള്ളതിൽ നിന്ന് 15 പോയിന്റ് എനിക്ക് തിരിച്ചു തരേണ്ടി വരും. ഒന്നാമത്തെ ചോദ്യം ടീം അഗളിക്കുള്ളതാണ്. അഗളി ചോദിക്കട്ടെ, ശ്രദ്ധാപൂർവം കേൾക്കണം, വേർഡ് ടു വേർഡ് ശ്രദ്ധിക്കണം. ചോദ്യം ഇതാണ്: മഷി കൊണ്ടല്ല, ജീവിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട്, കൽപ്പലകകളിലല്ല, മനുഷ്യരുടെ ഹൃദയഫലകങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷ വഴി എഴുതപ്പെട്ട ക്രിസ്തുവിൻ്റെ ലിഖിതമാണ് നിങ്ങൾ. ശരിയോ തെറ്റോ? ശരി. ഉറപ്പാണോ? ഉറപ്പാണ്. എന്താ അത്ര ഉറപ്പ്? പഠിച്ചിട്ടുണ്ടായിരുന്നു വചനം. ഒരു മാറ്റവും ഇല്ല. ഇല്ല. ഉത്തരം ശരിയാണ്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ടീം കടപ്പാറയ്ക്കുള്ളതാണ്. ടീം കടപ്പാറ, എളുപ്പമുള്ള ചോദ്യത്തിന് എളുപ്പമുള്ള ഉത്തരമായിരിക്കാറുണ്ട് സാധാരണഗതിയിൽ. നിങ്ങൾക്കങ്ങനെ ആകട്ടെ എന്ന് വിചാരിക്കുന്നു. ചോദ്യം ഇതാണ്: എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മതിന്മകൾക്ക് പ്രതിഫലം സ്വീകരിക്കുന്നതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപിൽ വരണം. ശരിയോ തെറ്റോ? ശരി. ശരി. ശരിയാണ്. ശരിയാണ്. ഉത്തരം ശരിയാണ്. ടീം കടപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടിൻ്റെ മൂന്നാമത്തെ ചോദ്യം അത് ടീം കയറാടിക്കുള്ളതാണ്. ദൈവത്തെ മുഖാഭിമുഖം കണ്ട മോശയുടെ മുഖത്തെ തേജസ് മങ്ങിപ്പോയെന്നും അതാരും കാണാതിരിക്കാൻ മോശ മുഖം മറച്ചിരുന്നുവെന്നും വിശുദ്ധ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശരിയോ തെറ്റോ? ഉത്തരം തെറ്റാണ്. ടീം കയറാടി, നിങ്ങൾ തെറ്റെന്ന് പറഞ്ഞ ഉത്തരം തെറ്റാണ്. കാരണം വിശുദ്ധ പൗലോസ് ലീഹ അങ്ങനെ തന്നെയാണ് പറയുന്നത്. നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ് 10 പോയിന്റുകൾ. അത് തിരിച്ചു തരണം. 10 പോയിന്റ് പോകുമ്പോൾ ഒരു ചെറിയ സങ്കടമൊക്കെ ഉണ്ടോ? ചെറിയ സങ്കടമുണ്ട്. ഈ ചോദ്യത്തോടു കൂടെ ഈ റൗണ്ടിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയാവുകയാണ്. ഈ റൗണ്ടിൻ്റെ രണ്ടാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിനുള്ളതാണ്. നിങ്ങളോടാണ് ഈ റൗണ്ടിൽ നേരിട്ടുള്ള ചോദ്യം. അങ്ങനെ ഒരു സൂത്രം വരുമെന്ന് നിങ്ങൾ വിചാരിച്ചായിരുന്നോ? വിചാരിച്ചിരുന്നില്ല. നിങ്ങൾ സഹായിക്കാൻ സന്നദ്ധരായിരുന്നോ? ആണോ? എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു? ഒറ്റൊരുത്തരും വീട്ടിലിരുന്ന് പഠിച്ചു? പള്ളിയിൽ ഒരുമിച്ച് കൂടിയും പഠിച്ചു. ആണോ? വികാരിച്ചൻ എന്താ ചെയ്തത്? വികാരിയച്ഛൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്കൊന്ന് ചോദ്യമൊക്കെ ചോദിച്ച് കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ ആണോ? അച്ഛൻ നിങ്ങളോട് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു? പഠിപ്പിച്ച് ഞങ്ങളുടെ കൂടെ ഇടയ്ക്ക് ഉണ്ടാവും, വരും. എന്നിട്ട് ചോദ്യമൊക്കെ ചോദിക്കുമായിരുന്നു? ഇടയ്ക്ക് ചോദ്യങ്ങൾ. അതൊരു ഭയങ്കര രസകരമായ അനുഭവമായിരിക്കും അല്ലേ? വികാരിച്ചൻ തന്നെ വന്നിരുന്ന് നിങ്ങളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഒരു സന്തോഷകരമായ അനുഭവമാണ്. ടീം കടപ്പാറ, നിങ്ങളോടുള്ള ചോദ്യമാണിത്. നിങ്ങൾ ഹെൽപ്പ് ഡെസ്ക് ആണ്. നിങ്ങൾ ശരിക്കും ഇവരെ ഹെൽപ്പ് ചെയ്യാൻ പോവുകയാണ്. ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാ: പഴയ നിയമം വായിക്കുമ്പോൾ ഈശോയിലൂടെ മാത്രം നീക്കപ്പെടേണ്ട ഒരു മൂടുപടം ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് വാദിക്കുന്നുണ്ട്. ശരിയോ തെറ്റോ? പഴയ നിയമം വായിക്കുമ്പോൾ ഈശോയിലൂടെ മാത്രം നീക്കപ്പെടേണ്ട ഒരു മൂടുപടം ഇന്നും അവശേഷിക്കുന്നുണ്ട് എന്ന് വിശുദ്ധ പൗലോസ് വാദിക്കുന്നു. ശരിയോ തെറ്റോ? ശരിയാണെന്ന് പറയാൻ ഒരു ഉറപ്പില്ലല്ലോ. ശരിയാണ്. ഉത്തരവും ശരിയാണ്. ടീം കടപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. നിങ്ങൾ യഥാർത്ഥത്തിൽ കടപ്പാറയെ സഹായിച്ചിരിക്കുക തന്നെയാണ്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം കയറാടിയോടുള്ളതാണ്. കയറാടി പള്ളിക്ക് ഒരു പ്രത്യേകതയുണ്ടല്ലേ? ഉണ്ടോ? എന്താണ് ആ പ്രത്യേകത? ഒന്ന് പാറപ്പള്ളി എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ മദർ തെരേസയുടെ പേരിലുള്ള ആദ്യത്തെ പള്ളി. വിശുദ്ധ മദർ തെരേസയുടെ പേരിലുള്ള ഭാരതത്തിലെ തന്നെ ആദ്യത്തെ ദേവാലയമാണ്. വിശുദ്ധ മദർ തെരേസയുടെ നാമകരണം കഴിഞ്ഞ് എന്നാണത് കുദാശ ചെയ്തത്? ആ ദിവസം തന്നെയാണോ? ആ ദിവസം തന്നെയാണ്. അതുകൊണ്ട് ആ റെക്കോർഡ് ഇനി ആർക്കും തകർക്കാനാവില്ല. പാറപ്പള്ളി എന്നൊക്കെ വിളിക്കുന്ന ഒരു പാറ തുറന്നുണ്ടാക്കിയിരിക്കുന്ന മനോഹരമായ ഒരു ദേവാലയമാണ്. ബഹുമാനപ്പെട്ട കണ്ണമ്പുഴച്ചനാണ് ആ ദേവാലയം പണിത് അല്ലേ? നിങ്ങൾ അവിടുത്തെ മാതൃസംഘമൊക്കെ ആ പള്ളി പണിയുന്ന സമയത്തൊക്കെ നന്നായി അധ്വാനിച്ചത് ഞാൻ ഓർക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണ് ഇപ്പോഴും മാതൃസംഘം അവിടെ? നല്ല ആക്റ്റീവാണ്. ഈ വചനം പഠിക്കുന്ന കാര്യത്തിലും ആക്റ്റീവാണോ? മാക്സിമം ശ്രദ്ധിക്കാറുണ്ട്. ചോദ്യം ചോദിച്ചാൽ അറിയായിരിക്കും അല്ലേ? ചോദിക്കട്ടെ? ചോദിക്കാം. ചോദ്യം ഇതാണ്: കർത്താവിൻ്റെ ദിനം മുന്നറിയിപ്പോടെ വരും. അപ്പോൾ ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകും. ശരിയോ തെറ്റോ? തെറ്റാണ്. ഞാൻ അങ്ങനെ തെറ്റു പറയൂ? തെറ്റാണ്.
തീർത്തും തെറ്റാണ്. അതെ. എന്നാ ഉത്തരം പറ. ശരിയാക്കി പറ. കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരും. അതാണ് ശരി. കർത്താവിന്റെ ദിനം മുന്നറിയിപ്പോടെയല്ല, കള്ളനെ പോലെ വരും. എപ്പോഴാണ് വരികയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. നിങ്ങളുടെ ഉത്തരം ശരിയാണ്. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം അഗളി, അട്ടപ്പാടിയിലെ സാമാന്യം വലിയൊരിടവകയാണ് നിങ്ങൾ. തീർത്ഥാടന കേന്ദ്രം കൂടെ. തീർത്ഥാടന കേന്ദ്രം കൂടിയാണോ? അതെന്താ അങ്ങനെ? മാതാവിന്റെ മെയ് മാസത്തിലാണ്, മെയ് 13 പള്ളി ഉദ്ഘാടനം ചെയ്തു. പള്ളി വെഞ്ചരിച്ചത്. അതെ, അത് മാതാവിന്റെ തീർത്ഥാടന കേന്ദ്രവും കൂടെ ആയി. ആണല്ലേ? അതെ, ഫാത്തിമ മാതാവ്. ഫാത്തിമ മാതാവ്. അഗളി പ്രദേശത്ത് ഇങ്ങനെ തലയുയർത്തി നിൽക്കുന്ന, അല്പം ഉയർന്ന സ്ഥലത്ത് തലയുയർത്തി നിൽക്കുന്ന മനോഹരമായ ദേവാലയമാണ്. അതെ, പുതുതാക്കി പണിതാ. നേരത്തെ ചെറുതായിരുന്നു. പുതുതാക്കി പണിത മനോഹരമായ ദേവാലയമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഉത്തരവും ശരിയാക്കാനും ഈ മത്സരത്തിൽ മുന്നിൽ നിൽക്കാനും കുറച്ച് കൂടുതൽ ഉത്തരവാദിത്വം കൂടിയുണ്ട്. ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, ശ്രദ്ധിച്ച് കേൾക്കണം, ആലോചിച്ച് പരസ്പരം ആലോചിച്ച് ഉത്തരം പറയും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി ഉള്ളതുപോലും എടുക്കപ്പെടും. ഉള്ളവന് നൽകപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ശരിയോ തെറ്റോ? ശരിയാണ്. അതെങ്ങനെ ശരിയാവും? ബൈബിളിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അതെന്താ അങ്ങനെ എഴുതിയിരിക്കുന്നത്? അതൊരു നീതിയാണ്. ഇല്ലാത്തവന്റെ അടുത്ത് നിന്ന് ഉള്ളതും കൂടി എടുക്കുക എന്ന് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും കൊടുക്കുമല്ലേ? ഉത്തരം ശരിയാണ്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇത് ദൈവം സമ്പത്ത് തിരിച്ചെടുക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. വിശ്വാസം, വചനത്തിൻ്റെ നിറവ് അതുള്ളവർക്ക് കൂടുതൽ നൽകപ്പെടുമെന്നാണ്. വിശ്വാസമേ ഇല്ലാത്ത ഒരാളിൽ നിന്ന് അവനുണ്ടെന്ന് കരുതുന്ന അല്പവിശ്വാസം പോലും നീക്കപ്പെടും എന്നുള്ളതാണ് അതിൻ്റെ പിറകെയുള്ള കാര്യം. അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഉള്ളവന് നൽകപ്പെടും, പഠിക്കാൻ ആഗ്രഹമുള്ളവന്, വചനത്തിൻ്റെ വിത്ത് ഉള്ളിൽ കിടക്കുന്നവന്, വിശ്വാസമുള്ളവന് വിശ്വാസത്തിൻ്റെ വർധനവ് നൽകപ്പെടും. ഇല്ലാത്തവരിൽ നിന്ന് ഉള്ളതുകൂടി നഷ്ടപ്പെട്ടു പോകുമെന്നാണ് ഈശോ ഓർപ്പിക്കുന്നത്. നിങ്ങൾക്ക് അതുണ്ട്, അത് സമൃദ്ധമായി വളരട്ടെ, വർദ്ധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ സ്കോർ ബോർഡ് എന്താണെന്ന് നോക്കാം. റോസലിൻ, സോണി. ടീം അഗളി നേടിയിരിക്കുന്നു 200 പോയിന്റ്സ്. ടീം കൈറാടി നേടിയിരിക്കുന്നു 230 പോയിന്റ്സ്. ടീം കടപ്പാറ നേടിയിരിക്കുന്നു 150 പോയിന്റ്സ്. ഈ മത്സരത്തിൻ്റെ അവസാനത്തേതും ഏറ്റവും ആകർഷകവുമായ റൗണ്ടിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ചോദ്യം നിങ്ങൾക്ക് വെറുതെ ലഭിക്കില്ല. ഇതുവരെ ഞാൻ സൗജന്യമായി ചോദ്യങ്ങൾ തരികയായിരുന്നു. ഈ റൗണ്ടിൻ്റെ പ്രത്യേകത, ഓരോ ടീമിനും തുടർച്ചയായ 3 ചോദ്യങ്ങൾ വരെ സ്വീകരിക്കുന്നതിന് അവകാശമുണ്ട്. ഓരോ ചോദ്യത്തിന് മുൻപ് ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾക്ക് ചോദ്യം വേണം. നിങ്ങൾ ചോദ്യം വേണമെന്ന് പറഞ്ഞാൽ ഞാനതിൻ്റെ വില പറയും. ഇവിടെ ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം 1ാമത്തെയും 2ാമത്തെയും ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് തേടാവുന്നതാണ്. 3ാമത്തെ ചോദ്യത്തിന് ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായം ഉണ്ടായിരിക്കില്ല. ഹെൽപ്പ് ഡെസ്കിൻ്റെ സഹായത്തോടെയാണ് നിങ്ങൾ ഉത്തരം പറയുന്നതെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങൾ മുടക്കിയ പോയിന്റുകൾ മാത്രമായിരിക്കും. വ്യക്തമായോ? ഈ റൗണ്ടിൻ്റെ ആദ്യത്തെ അവസരം ടീം കടപ്പാറയ്ക്കുള്ളത്. ടീം കടപ്പാറ, കടപ്പാറക്കാരൊക്കെ പാറ എന്ന പേര് സൂചിപ്പിക്കുന്നത് പോലെ ഉറച്ച തീരുമാനമുള്ള ആളുകളായിരിക്കും അല്ലേ? അങ്ങനെയൊന്നും പറയാറായിട്ടില്ല. 30 പോയിന്റ് തന്ന് ആദ്യത്തെ ചോദ്യം സ്വീകരിക്കുന്നു. 60 പോയിന്റ് കിട്ടും. സ്വീകരിക്കുകയാണ്. തന്നോളൂ. നിങ്ങളുടെ 30 പോയിന്റ് വിലയുള്ള 60 പോയിന്റ് കിട്ടാവുന്ന ആ ചോദ്യം ഇതാണ്. ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നെങ്കിൽ അത് ആർക്ക് മാത്രമാണ്? നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ്. ഉത്തരം ശരിയാണ്. അത് നാശത്തിലേക്ക് പോകുന്നവർക്ക് മാത്രമാണ് ഞങ്ങളുടെ സുവിശേഷം നിഗൂഢമായിരിക്കുന്നത്. ടീം കടപ്പാറ, നിങ്ങൾക്ക് തന്നത് മാത്രമല്ല ഇരട്ടി തിരിച്ച് ലഭിക്കുകയാണ്. 60 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യത്തിന് 40 പോയിന്റ് വിലയുണ്ട്. കൊടുക്കൂ. തരൂ. കൈ ചെറുതായിട്ട് വിറയ്ക്കുന്നുണ്ടല്ലോ. പോയിന്റ് പോകുന്നതിൻ്റെ വിഷമമാണ്. ചോദ്യം ഇതാ. അറിവില്ലാത്തവരും ചഞ്ചല മനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ എന്നതുപോലെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടുക്കുന്നു. ഈ അവയെയും എന്നതുകൊണ്ട് പത്രോസ്ലീഹ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? ശ്രദ്ധിക്കാം. അറിവില്ലാത്തവരും ചഞ്ചലമനസ്കരുമായ ചിലർ
മറ്റ് വിശുദ്ധ ലിഖിതങ്ങളെ എന്നതുപോലെ തന്നെ അവയെയും തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നുണ്ട്. അവയെ എന്നതുകൊണ്ട് പത്രോസ്ലീഹ ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്, ഏത് കാര്യത്തെയാണ് എന്നാണ്. അറിയില്ലെങ്കിൽ ഹെൽപ്പ് ഡെസ്ക് എടുക്കാം. രണ്ടാമത്തെ ചോദ്യം. ഹെൽപ്പ് വേണം. 5 സെക്കൻഡ് കൂടി തീരുമാനം പറയണം. കർത്താവിന്റെ ദീർഘക്ഷമ രക്ഷാകരമാണെന്ന് കരുതിക്കൊള്ളുന്നു. ഉത്തരം തെറ്റാണ്. ഈ 40 പോയിന്റുകൾ നിങ്ങൾക്ക് നഷ്ടപ്പെടുകയാണ്. എന്താണ് അതിൻ്റെ ശരി ഉത്തരം എന്നറിയാമോ? പത്രോസ്ലീഹ പറയുകയാണ്, അറിവില്ലാത്തവരും ചഞ്ചലമനസ്കരുമായ ചിലർ മറ്റു വിശുദ്ധ ലിഖിതങ്ങളെ വളച്ചൊടിക്കുന്നത് പോലെ അവയെയും, ഏതിനെയാണെന്നറിയാമോ? അല്ല, പത്രോസ്ലീഹായുടെ സഹചാരിയായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങളെയും വളച്ചൊടിക്കുന്നുണ്ട് എന്നാണ് പത്രോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ലിഖിതങ്ങളോടൊപ്പം കണക്കാക്കപ്പെടേണ്ടതാണ് വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങളുമെന്നാണ് അതിൻ്റെ ഉള്ളിലെ ധ്വനി. ടീം കടപ്പാറ, അല്പം ആലോചിച്ച് പറയേണ്ട ഉത്തരമായിരുന്നു അത്. നിങ്ങളുടെ ആശങ്കയും ടെൻഷനും ഒക്കെ മനസ്സിലാകും. നഷ്ടമായി കരുതേണ്ടതില്ല. അടുത്ത ചോദ്യം നിങ്ങൾ സ്വീകരിക്കുന്നു? സ്വീകരിക്കും. 50 പോയിന്റ് തരും അല്ലേ? തന്നോളൂ. 50 പോയിന്റുകളുടെ ചോദ്യമാണ്. അങ്ങനെയല്ല പറയേണ്ടത്. 100 പോയിന്റിൻ്റെ ചോദ്യമാണ് ഇന്ന് വേണം പറയാൻ അല്ലേ? ചോദിക്കട്ടെ. ഈ നിധി മൺപാത്രങ്ങളിലാണ് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്. എന്ത് വെളിപ്പെടുത്തുന്നതിനാണ് അത് ദുർബലമായ മൺപാത്രങ്ങളിൽ നൽകപ്പെട്ടിരിക്കുന്നത്? എന്നാൽ പരമമായ ശക്തി, ദൈവത്തിന്റെ പരമമായ ശക്തി വെളിപ്പെടുത്തുന്നത് ഈ നിധി മൺപാത്രങ്ങളിലാണ്. ഒന്നുകൂടെ ഒന്ന് ശരിയാക്കി പറയാമോ? സംഭവം ശരിയാണ്. എന്നാൽ ഈ പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ് എന്ന് വെളിപ്പെടുത്തുന്നതിന്. ഉത്തരം ശരിയാണ്. പരമമായ ശക്തി ദൈവത്തിൻ്റെതാണ്, ഞങ്ങളുടേതല്ല എന്ന് വെളിപ്പെടുത്തുന്നതിനാണ് ശ്രേഷ്ഠമായ നിധി അത് മൺപാത്രങ്ങളിൽ ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതുന്നത്. അത് അപ്പസ്തോലിക ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടതാണ്. അവർ സ്വീകരിച്ചിരിക്കുന്ന മെത്രാഭിഷേകം, പൗരോഹിത്യത്തിൻ്റെ ആ വലിയ ദാനം അത് മൺപാത്രങ്ങളാകുന്ന ഞങ്ങളിലാണ് നൽകപ്പെട്ടിരിക്കുന്നതെന്നാണ് പൗലോസ്ലീഹ എളിമയോടുകൂടെ പറയുന്നത്. മൺപാത്രത്തിനല്ല വില, അതിൽ നൽകപ്പെട്ടിരിക്കുന്ന നിധിക്കാണ് വില. ടീം കടപ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഒരാശ്വാസമൊക്കെ ആയല്ലേ? ശരിക്കും. നമുക്ക് പോകാം അടുത്ത ടീമിലേക്ക്. ടീം കയറാടി, ഇത് നിങ്ങളുടെ അവസരമാണ്. ടീം കയറാടി, ആദ്യത്തെ ചോദ്യത്തിൻ്റെ 30 പോയിന്റുകൾ തരുമോ? തരും. മേടിച്ചു. ചോദ്യം ഇതാ. അങ്ങനെ കൂടുതൽ ആളുകളിൽ ഒരു കാര്യം സമൃദ്ധമാകുന്നത് വഴിയാണ് ദൈവമഹത്വത്തിന് കൂടുതൽ കൃതജ്ഞത അർപ്പിക്കപ്പെടുന്നതെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നു. കൃപ. ഉത്തരം ശരിയാണ്. കൂടുതൽ ആളുകളിൽ കൃപ സമൃദ്ധമാകുന്നത് വഴിയെന്നാണ് അതിൻ്റെ ഉത്തരം. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് തന്നതിൻ്റെ ഇരട്ടി 60 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യം 80 പോയിന്റിൻ്റെ ചോദ്യമാണ്. മേടിക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെൽപ്പ് ഡെസ്കിനോടും ചോദിക്കാം, അഭിപ്രായം ചോദിക്കാം. മേടിച്ചോ എന്നാ പറയുന്നത്? മേടിക്കേ എന്നാ പറയും. നിങ്ങളിൽ എത്ര വിശ്വാസമാണ്? എന്താ നിങ്ങൾ തീരുമാനിക്കുക? എന്താ ചോദ്യം വാങ്ങുവാണ്? തന്നോളൂ. ചോദ്യം: ഞങ്ങൾ ഭഗ്നാശരാകുന്നില്ല. ഞങ്ങളിലെ ബാഹ്യമനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആന്തരിക മനുഷ്യന് എന്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു? അനുദിനം നവീകരിക്കപ്പെടുന്നു. ഉത്തരം ശരിയാണ്. ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 50 പോയിന്റ് നിങ്ങളെ നഷ്ടപ്പെടുത്താവുന്ന ചോദ്യമാണ്. ധൈര്യമുണ്ടോ എടുക്കാൻ? മേടിച്ചോളാനാണ് അവർ പറയുന്നത്. ഹെൽപ്പ് ഡെസ്കിന് എന്തും പറയാം, നിങ്ങൾ വേണം തീരുമാനം എടുക്കാൻ. 50 പോയിന്റ് നഷ്ടമാകും ഉത്തരം തെറ്റിയാ പോവും. എടുക്കാൻ പോവാണ്. തരൂ. പത്താം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ഇതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവില്ല അല്ലേ?
ഇതുപോലെ വചനവും പഠിച്ചിട്ടില്ല. 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്കല്ല, വചനം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും പഠിക്കുന്നത്. അതിൻ്റെ ഫലം ഉണ്ടാകട്ടെ. തീർച്ചയായും. ചോദ്യം ഇതാണ്: ദൈവം രമ്യതയുടെ സന്ദേശം ഞങ്ങളെ ഭരമേൽപ്പിച്ചുകൊണ്ട് ക്രിസ്തു വഴി ലോകത്തെ തന്നോട് രമ്യതപ്പെടുത്തുകയായിരുന്നു. ഞങ്ങളുടെ സ്ഥാനം എന്താണെന്നാണ് വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നത്? ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ഉത്തരം ശരിയാണ്. ഞങ്ങൾ ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ് എന്നാണ് വിശുദ്ധ പൗലോസ് അവകാശപ്പെടുന്നത്. ശരിയാണത്. അപ്പസ്തോലന്മാർ ക്രിസ്തുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവരാണ്, ക്രിസ്തുവിന്റെ സ്ഥാനപതികളാണ്. ടീം കൈറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. ഒരു വലിയ സന്തോഷമൊക്കെ ആയല്ലേ? എന്തൊരു സന്തോഷം. ടീം അഗളി, ഇനി നിങ്ങൾക്ക് സന്തോഷിക്കാനുള്ള അവസരമാണ്. ചോദിക്കുന്നതിന് മുൻപ് തന്നെ തരാൻ തയ്യാറായി നിൽക്കുവാണ് അല്ലേ? തന്നോ. ചോദ്യം ഇതാണ്: എന്തു വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും അവിടുത്തെ വാഗ്ദാനപ്രകാരം നാം കാത്തിരിക്കുന്നുവെന്നാണ് വിശുദ്ധ പത്രോസ് പറയുന്നത്? നീതി നിവസിക്കുന്ന ഉത്തരം ശരിയാണ്. നീതി, ജസ്റ്റിസ്. നീതി നിവസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. ടീമകളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. രണ്ടാമത്തെ ചോദ്യത്തിന്റെ വില 40 പോയിന്റാണ്. എടുക്കണോ? എടുക്കാൻ റെഡിയാണ്. എടുത്ത് കയ്യിൽ പിടിച്ച് നിൽക്കുകയാണ്. തന്നോളൂ. ചോദ്യം: ഗ്രീസിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ രണ്ടാമത്തെ യാത്രയായിരുന്നു 2021 നടന്നത്. എന്തായിരുന്നു 2021 മാർപ്പാപ്പയുടെ അപ്പസ്തോലിക സന്ദർശനത്തിന്റെ ആപ്തവാക്യം? ദൈവത്തിന്റെ അത്ഭുതത്തിനായി കൂടുതൽ തുറവിയുള്ളവരായിരിക്കും. ഉത്തരം ശരിയാണ്. ദൈവത്തിന്റെ അത്ഭുതത്തിനായി കൂടുതൽ തുറവിയുള്ളവരാകാം എന്നതായിരുന്നു ആ ആപ്തവാക്യം. ഇതൊക്കെ എങ്ങനെ ഓർത്തു വയ്ക്കുന്നു? ഗ്രീസിലെയും സ്പെയിനിലെയും ഓർത്തു വെച്ചിട്ടുണ്ട്. ഗ്രീസിലെയും സ്പെയിനിലെയും സൈപ്രസിലെയും ഓർത്തു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കണം അച്ഛൻ ചോദിക്കേണ്ടതല്ലോ അല്ലേ? ഉത്തരം ശരിയാണ്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അടുത്ത ചോദ്യം 50 പോയിന്റ് വിലയുള്ളതാണ്. ആലോചിക്കുന്നൊന്നുമില്ലേ? 50 പോയിന്റിനൊന്നും ഒരു വിലയില്ലേ? റിസ്ക് എടുക്കണോ? എടുക്കാൻ പോവാണ്. എന്നാ എടുക്ക്. ബിൽ ഗേറ്റ്സിനെയും വാറൻ ബഫറ്റിനെയും ഗിവിംഗ് പ്ലഡ്ജ് എന്ന പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കാൻ പ്രേരിപ്പിച്ച, തൻ്റെ സമ്പാദ്യം മുഴുവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവർക്ക് നൽകിയ അമേരിക്കയിലെ ഒരു ശതകോടീശ്വരനുണ്ട്. ആരാണ് അത്? ഫ്രാൻസിസ് ഫീനി. ഫ്രാൻസിസ് ഫീനി. ഉത്തരം ശരിയാണ്. ചാൾസ് ഫീനിയാണത്. ടീം അഗളി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 100 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ടോടുകൂടെ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 ഈ എപ്പിസോഡ് ഇവിടെ സമാപിക്കുകയാണ്. സമാപന നിമിഷങ്ങൾ ഉദ്യോഗജനകമാണ്. ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതെന്ന് അറിയാനുള്ള ആകാംക്ഷ നമ്മെ ചൂഴ്ന്നു നിൽക്കുന്നുണ്ട്. നമുക്ക് പോകാം സ്കോർ ബോർഡിലേക്ക്. 190 പോയിന്റുമായി 3ാം സ്ഥാനത്ത് ടീം കടപ്പാറ. 320 പോയിന്റുമായി 2ാം സ്ഥാനത്ത് ടീം അഗളി. 350 പോയിന്റുമായി 1ാം സ്ഥാനത്ത് ടീം കൈറാടി. ഈ മത്സരത്തിന്റെ 2ാം ഘട്ടത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ടീം അഗളി, ടീം കൈറാടി. അഭിനന്ദനങ്ങൾ. ടീം കടപ്പാറ, നിങ്ങളൊരു വലിയ ഇടവകയാണോ? ചെറിയ ഇടവക. ചെറിയ ഇടവകയാണ്. പക്ഷെ എന്നിട്ടും നിങ്ങളുടെ അമ്മമാർ വളരെ ശക്തരാണ്, നന്നായി പഠിച്ചവരാണ് അല്ലേ? നന്നായി പഠിച്ചിട്ടുണ്ട്. ചെറിയ അശ്രദ്ധ കൊണ്ടോ ചിലത് വേറൊരു വിധത്തിൽ ചിന്തിച്ചത് കൊണ്ടോ ഒക്കെയാണ് ചില ഉത്തരങ്ങളൊക്കെ നിങ്ങൾക്ക് നഷ്ടമായി പോയത്. നിങ്ങളുടെ പ്രകടനം ഒട്ടും മോശമായിരുന്നില്ല. വീണ്ടും നമുക്ക് കാണാം. കൂടുതൽ തേജസ്സോടെ പുതിയ വേദികളിൽ സ്നേഹത്തോടെ ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. നിങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ വചനം പഠിക്കാനുള്ള കൃപ കിട്ടി, ഈ ഒരു മത്സരത്തിൽ പങ്കാളിയാകാനുള്ള സൗഭാഗ്യമുണ്ടായി. അത് നമ്മളെ സന്തോഷിപ്പിക്കണം. സ്നേഹപൂർവ്വം ഞങ്ങൾ നിങ്ങളെ യാത്രയാക്കുകയാണ്. നിങ്ങളുടെ ഈ നല്ല പെർഫോമൻസിന് ഞങ്ങളുടെ എല്ലാം ഹൃദയം നിറഞ്ഞ അഭിനന്ദനവും അറിയിക്കുകയാണ്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം
കിളികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള ഫെനുവേൽ ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം. ഫെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2-ന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാം കണ്ടുമുട്ടും നമ്മുടെ ശാലോം ടിവിയിൽ പുതിയൊരു എപ്പിസോഡിൽ പുതിയ ടീമുകളും പുതിയ ചോദ്യങ്ങളുമായി. അതുവരെ കർത്താവായ ഈശോയുടെ സമാധാനവും സ്നേഹവും നിങ്ങളോടൊത്ത് വസിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.